കഥ തുടരുന്നു. സർജറി ഉണ്ടായിരുന്ന ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ബാലു വീട്ടിലെത്തി. ഡോർബെല്ലിൻ്റെ സ്വിച്ച് അമർത്തിയിട്ടും അമ്മ വാതിൽ തുറന്നില്ല. തള്ളി നോക്കിയപ്പോൾ അകത്തുനിന്ന് ബോൾട്ടിട്ടിരിക്കുകയാണെന്ന് ബോധ്യമായി. അമ്മ സ്കൂളിലായതിനാൽ അമ്മ വീട്ടിനുള്ളിൽ തനിച്ചാണ്. ജനലകൾ തുറന്നു കിടന്നിരുന്നതിനാൽ ഡ്രോയിങ് റൂമിൽ ആളില്ലെന്നും മനസ്സിലായി. അയാൾ ഓടി അടുക്കളയുടെ ജനാലയ്ക്കലെത്തി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അടുക്കളയുടെ പഴയ മൊസൈക്ക് തറയിൽ അമ്മ വീണ് കിടക്കുന്നു. ഭാഗ്യത്തിന് അടുക്കള വാതിൽ ചാരിയിരുന്നതേയുള്ളൂ. അവ തള്ളിത്തുറന്ന് ബാലു അകത്ത് കയറി അമ്മയെ താങ്ങി പിടിച്ചുയർത്തി. ഗ്യാസ് ആക്സിഡൻറ്റ് സംഭവിച്ചതോ പുറത്തുനിന്ന് തസ്കരന്മാർ കയറി ഉപദ്രവിച്ചതോ ആവുമെന്നാണ് ആദ്യം സംശയിച്ചത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ തന്നെ കാർഡിയാക് അറസ്റ്റാണെന്ന് മനസ്സിലായി. സംഭവിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞുവെന്നു. എന്നിട്ടും ആ മൃതശരീരം വാരിയെടുത്ത് കാറിലാക്കി. അപ്പോൾ തന്നെ അയാൾ പറന്ന് കരുണയിലെത്തി. ബാലുവിനായി ഡോക്ടർ വിനു റെഡിയായി കാത്തു നിൽക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. സർലാമയെ പരിശോധിച്ച് ആ മിഴികളും വിഷമത്തിൽ കൂമ്പി. സോറി ബാലു, അമ്മയുടെ നല്ല ആത്മാവിനായി പ്രാർത്ഥിക്കാം. സംയമനം നഷ്ടപ്പെട്ട് ബാലു പൊടുന്നനെ വിതുമ്പി. എന്നെ ഓർത്തല്ല ഡോക്ടർ വിനു എനിക്ക് പ്രയാസം. എൻ്റെ അച്ചമ്മ ഇന്നലെ ഇല്ലെന്നുള്ളത് അവൾക്ക് താങ്ങാനാവില്ല. അച്ചമ്മയില്ലാതെ അവൾ ആ വീട്ടിൽ നിൽക്കുമോ എന്നും സംശയമാണ്. ആംബുലൻസിലായിരുന്നു മടക്കയാത്ര. ഹോസ്പിറ്റൽ MD ആയ ഫാദർ ശ്രീയക്ക് അടക്കം കരുണയിലെ മുഴുവൻ സ്റ്റാഫും ബാലുവിൻ്റെ വാടക വീട്ടിലെത്തി. സെൻട്രലിലെയാണ് സ്വന്തം കാറിൽ പോയി അമ്മുവിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത്. അച്ഛനെന്താ ആൻറ്റി വരാനത് എന്ന് അവൾ പലക്കുറി ഉത്കണ്ഠയിൽ തിരക്കി. അച്ഛന് സുഖമല്ലേ? എൻ്റെ അച്ഛനെ എന്താ പറ്റിയത്? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സ്വതന്ത്രമായ കൈകൊണ്ട് സിൻഡ്രല്ല അമ്മുവിനെ ചേർത്ത് പിടിച്ചു. അച്ഛനൊന്നും പറ്റിയില്ല അമ്മൂട്ടി. ആൻറ്റി ഇതുവഴി വന്നപ്പോൾ മോളെ കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. അച്ഛനോട് ആൻറ്റി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ മുറ്റം നിറയെ ജനാവലി. ഇതെന്താ ആൻറ്റി, ഞങ്ങളുടെ വീട്ടിൽ നിറയെ ആൾക്കൂട്ടം? എൻ്റെ അച്ഛൻ എന്തിയെ? അമ്മുവിൻ്റെ ശബ്ദം ഇടറി. മുഖത്തും കണ്ണുകളിലും ഭയം തിങ്ങി. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുള്ള ഈ കുട്ടിയോട് ഇനി കളവ് പറയേണ്ടതില്ലെന്ന് സിൻഡ്രല്ലയ്ക്ക് വ്യക്തമായി. അവൾ അമ്മുവിനെ ഒന്നുകൂടി ചേർത്തമർത്തി. അച്ഛൻ ഇവിടെ ഉണ്ട് അമ്മു. മോളുടെ അച്ഛമ്മ പക്ഷേ പോയി. എങ്ങോട്ട്? കരച്ചിലിൽ കുട്ടി ശബ്ദമുയർത്തി. എങ്ങോട്ടാ എൻ്റെ അച്ഛമ്മ പോയത്? സ്വർഗത്തിലേക്ക്. നല്ല ആളുകൾ എളുപ്പം ഈ ഭൂമി വിട്ടുപോകാമോ? അയ്യോ, നെഞ്ചിൽ കൈവച്ച് അമ്മു ഉറക്കെ കരഞ്ഞു. എൻ്റെ അച്ഛമ്മ മരിച്ചു പോയതാണോ ആൻറ്റി? എനിക്ക് എൻ്റെ അച്ഛമ്മയെ കാണണേ. സ്കൂൾ ബാഗ് എടുക്കാതെ കാറിൻ്റെ ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഓടി. അമ്മുവിൻ്റെ ഭാഗമെടുത്ത് സിൻഡ്രല്ല പുറകെയും. ഉമ്മറക്കോലയിൽ നെല്ലും അരിയും വളച്ചതിനകത്തായി കോടി പുതച്ച് സർലയുടെ മൃതദേഹം കിടത്തിയിരുന്നു. അമ്മു ഓടിച്ചെന്ന് ആ അരികിലിരുന്നു. അച്ഛമ്മേ, പോവല്ലച്ചമ്മേ. കോടി പുതച്ച ആ ദേഹത്തേക്ക് അമർന്ന് അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയ പിന്നെ അച്ഛമ്മ ഇവിടെ ഇല്ലേ? അമ്മൂട്ടി തെഞ്ചാവില്ല അച്ഛമ്മേ. മരിച്ചു പോവല്ലേ അച്ഛമ്മേ? അച്ഛമ്മയില്ലാതെ അമ്മൂട്ടിക്ക് പറ്റില്ല കേട്ടോ. അത് കേട്ട് സ്ത്രീകൾ ഏങ്ങലമർത്തുകയും കണ്ണു തുടയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്കും ബാലു എത്തി അമ്മുവിനെ പൊക്കിയെടുത്ത് ചുമലിലേക്ക് അണച്ചു കിടത്തി. എനിക്ക് അച്ഛമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതി. ചുമലിൽ കിടന്ന് അമ്മു പിടഞ്ഞു. അച്ഛൻ ഡോക്ടറല്ലേ? എൻ്റെ അച്ഛമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ജീവൻ കൊടുക്കച്ചാ. എനിക്ക് എൻ്റെ അച്ഛമ്മയെ വേണം. ബാലു മകളെ അകത്തെ മുറിയിലെ കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി. ഡോക്ടറാണെങ്കിലും അച്ഛൻ ദൈവമല്ലല്ലോ മക്കളെ. അച്ഛനെ പോലുള്ള ഡോക്ടർമാരും മരിക്കാറില്ലേ? ഡോക്ടർമാരുടെ അച്ഛനമ്മമാരും മരിക്കാറുണ്ടല്ലോ. അവർക്കപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലേ പറ്റൂ. ഈ അച്ഛനും ഒരു ദിവസം മരിക്കും. അമ്മു അത് സഹിക്കേണ്ടി വരും. ഇല്ല, വേണ്ട. അമ്മു അച്ഛൻ്റെ മുതുകിൽ തല്ലുകയും നുള്ളുകയും മാന്തുകയും ചെയ്തു. ഇപ്പോഴത്തെ കാര്യമല്ല അമ്മൂട്ടി അച്ഛൻ പറഞ്ഞത്. ഇപ്പോൾ അമ്മൂട്ടിക്ക് അച്ഛനില്ലേ? അച്ഛന് അമ്മൂട്ടിയുമില്ലേ? അച്ഛമ്മ പോയതിൽ അമ്മുവിനേക്കാൾ വിഷമമുണ്ട് അച്ഛന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കുകയും സങ്കടം ഒതുക്കുകയുമല്ലാതെ. കുട്ടിക്കാലത്ത് പനി വരുമ്പം അച്ഛനെങ്ങനെ ചുമലിലിട്ട് നടന്നല്ലേ അമ്മൂട്ടിയെ ഉറക്കണത്? അതുപോലെ അച്ഛയുടെ തോളിൽ ചേർന്ന് ഉറങ്ങിക്കോളൂട്ടോ. മകളുടെ ചുമലിൽ അയാൾ മെല്ലെ തട്ടിക്കൊടുത്തു. എനിക്ക് ഉറങ്ങണ്ട. അമ്മു അടങ്ങാൻ ഭാവമില്ലായിരുന്നു. എനിക്ക് അച്ഛമ്മയുടെ അടുത്ത് പോകണം. അച്ഛമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. ആ സമയത്ത് സിൻഡ്രല്ല ഡോക്ടർ ഉമാ മഹേഷിയുടെ 3 മൊബൈൽ നമ്പറുകളിലായി തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് സമരിറ്റയുടെ റിസപ്ഷനിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ നമ്പറുകളാണ്. പക്ഷേ കോൾ എടുത്തില്ല. നമ്പറുകൾ ശരി തന്നെയോ എന്ന് ബാലുവിനോട് തിരക്കുകയുമില്ല. ഉമയെ വിളിക്കാൻ ഡോക്ടർ ബാലഗോപാലിൻ്റെ അനുവാദം വാങ്ങിയതുമില്ല. നിരാശയിൽ അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചപ്പോഴാണ് ഉമയുടെ സ്വരം കാതിലെത്തിയത്. ആരാണ് വിളിക്കുന്നതെന്ന് പറയൂ. ഞാൻ സിൻഡ്രല്ലയാണ് ഡോക്ടർ ഉമ. ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആ ശബ്ദത്തിൽ സൗഹൃദം നിറഞ്ഞു. എന്താണ് സിൻഡ്രല്ല വിശേഷം? സുഖമായിരിക്കുന്നുവോ? ഒരു സാഡ് ന്യൂസ് അറിയിക്കാനാണ് ഉമ ഞാൻ വിളിച്ചത്. ഡോക്ടർ ബാലഗോപാലിൻ്റെ അമ്മ. അയ്യോ, അത്രയും കേട്ടപ്പോഴേ ഉമ നിലവിളിച്ചു. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ആ നല്ല അമ്മ നമ്മളോടെല്ലാം വിട പറഞ്ഞു പോയി ഡോക്ടർ. അതറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. സിൻഡ്രല്ല പറഞ്ഞു തീരും മുമ്പേ ആ കാൾ കട്ടായി.
ഉമ്മ കട്ട് ചെയ്താണോ സ്വയം കട്ടായതാണോ എന്ന സംശയത്തിൽ അവർ ഒരിക്കൽ കൂടി ആ നമ്പർ പ്രസ് ചെയ്തു. പക്ഷേ കാൾ എടുക്കുകയുണ്ടായില്ല. ആ സാധു അമ്മയുടെ മരണമടഞ്ഞ ഉമ്മയുടെ മനോഭാവത്തിൽ സിൻഡ്രല്ലയ്ക്ക് ശങ്കയായി. എന്തെന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മകനെയും കൊണ്ട് ഉമ്മ സ്വയം ഡ്രൈവ് ചെയ്ത് കാറിൽ ആ മരണവീടിൻ്റെ ഗേറ്റിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ അപ്പു അമ്മയുടെ നിഴലായാണ് അകത്തേക്ക് നടന്നത്. സർലാമ്മയുടെ മൃതദേഹത്തിൻ്റെ കാൽക്കിലെത്തി ഉമ്മ മുട്ടുകുത്തി നമസ്കരിച്ചു. പിന്നെ എഴുന്നേറ്റ് മകനോടും നിസ്കരിക്കാൻ ആംഗ്യം കാട്ടി. നമസ്കരിച്ച് എണീറ്റ അപ്പുവിൻ്റെ മുഖം കണ്ണീരിൽ കുതിർന്നിരുന്നു. അതോടെ ഉമ്മ അവനെ ദേഹത്തോട് ചേർത്ത് അമർത്തി ആശ്വസിപ്പിച്ചു. മുഖത്ത് വ്യസനത്തിൻ്റെ മുറുക്കമുണ്ടായിരുന്നെങ്കിലും അവൾ വിങ്ങുകയോ വിതുമ്പുകയോ ഒന്നും ചെയ്തില്ല. അപ്പോഴേക്കും സിൻഡ്രല്ലയും ഡോക്ടർ വിനു തോമസിൻ്റെ പത്നി നിതയും ഉമ്മയുടെ അരികിലെത്തി. എന്താ സംഭവിച്ചത്? സിൻഡ്രല്ലയോടാണ് അവൾ തിരക്കിയത്. മറുപടി പറഞ്ഞത് നിതയായിരുന്നു. കാർഡിയാക് അറസ്റ്റ്. എപ്പോ? ഉച്ചയോടെ. ബാലുവിനായി ഉമ്മ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അയാളെ കാണാതെ അവൾ വീണ്ടും സിൻഡ്രല്ലയെ നോക്കി. അമ്മ എവിടെയാണ്? അകത്തുണ്ട്, മയങ്ങുകയാണ്. സിൻഡ്രല്ല ഉമ്മയുടെ കൈ കവർന്നു. തൻ്റെ ഭർത്താവും മകളും താമസിക്കുന്ന ഈ വീട്ടിൽ താനിപ്പോൾ ഒരു അതിഥിയാണെന്ന് ഉമ്മയ്ക്ക് ഓർമ്മ വന്നു. സിൻഡ്രല്ല നയിച്ച വഴിയെ മകനെയും ചേർത്ത് പിടിച്ച് അവൾ നടന്നു. മുറിയിലെ കിടക്കയിൽ അമ്മു തനിച്ചായിരുന്നു. ബാലു? ഉമ്മ സിൻഡ്രല്ലയോട് ചോദിച്ചു. വീട് പണി നടക്കുന്ന സ്ഥലത്താണ്. ഈ സമയത്തോ? അവിടെയാണ് ഫ്യൂണറൽ ഒരുക്കുന്നത്. തൻ്റെ മണ്ണിലെ ചിതയൊരുക്കാവോന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടെന്ന്. അമ്മുവിനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഡോക്ടർ അവിടേക്ക് പോയത്. മായേച്ചിയും അർജു ചേച്ചിയും വന്നില്ലേ? വരും, അറിയിച്ചിട്ടുണ്ട്. ആ നിമിഷം പുറത്തുനിന്ന് മായയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ഉയർന്നു. അമ്മേ, എൻ്റെ പൊന്നമ്മേ, ഞങ്ങളെയെല്ലാം വിട്ടുപോയോ അമ്മേ? ജീവനോടെ അവസാനം ഒരു നോക്ക് എനിക്ക് കാണാനൊത്തില്ല അമ്മേ. മകനെയും കൊണ്ട് ഉമ്മ തിരികെ പുറത്തേക്ക് വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാലുവിൻ്റെ നേരെ മൂത്ത സഹോദരി അഞ്ജലിയും എത്തി. ഏട്ടത്തെയും അനിയത്തിയും കൂടി അമ്മയുടെ മൃതദേഹത്തിൽ വീണ് ഉച്ചത്തിൽ അലമുറയിട്ടു. ആ സമയത്ത് ബാലുവും തിരിച്ചെത്തി. ദേഹം ചിതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതും അപ്പു അമ്മയോട് പറഞ്ഞു. നമുക്ക് പോകാം അമ്മേ. അത് പറ്റില്ല അപ്പു. അച്ഛമ്മയുടെ ചിതയിൽ കൊള്ളി വയ്ക്കേണ്ട കടമയുണ്ട് നിനക്ക്. ഉടനെ അവൻ കരഞ്ഞു. എനിക്കതൊക്കെ പേടിയാ. അച്ഛമ്മ മരിച്ചു കിടക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എല്ലാവരും ഫ്യൂണറിന് പോകുമ്പോൾ അമ്മു ഇവിടെ തനിച്ചാവില്ലേ മോനെ? നമുക്ക് അമ്മുവിനെ കൊണ്ടുപോവാം. അച്ഛമ്മയില്ലാതെ അമ്മു ഇവിടെ തനിച്ചാവില്ലേ? അച്ഛന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? ചിലപ്പോൾ സിൻഡ്രല്ല ഇവിടെ താമസിക്കുമായിരിക്കും അമ്മുവിന് കൂട്ടായിട്ട്. ആ ആൻറ്റിയെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പുവിൻ്റെ ഒച്ച ഉയർന്നു. നമുക്ക് അമ്മുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. സിൻഡ്രല്ല എങ്ങനെ അരികിലുണ്ടോ എന്ന് ഉമ്മ സംശയത്തിൽ ചുറ്റിനും കണ്ണോടിച്ചു. മൃതദേഹം എടുത്ത് സംസ്കാരത്തിനായി ആംബുലൻസിൽ കയറ്റുന്നിടത്തായിരുന്നു അവൾ. അമ്മയുടെ ദേഹം ആംബുലൻസിൽ വച്ച ശേഷം ബാലു ഓടിപ്പോയി അമ്മുവിനെ തട്ടിയുണർത്തി ചുമലിലെടുത്തു. അച്ഛമ്മയുടെ ദേഹം ചിതയിലേക്ക് കൊണ്ടുപോവുകയോ മോളൂ? അച്ഛനും ആ കൂടെ പോകണം. കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അച്ഛനാ. മോള് ഒപ്പം വേണം. എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ കർമ്മം ചെയ്യണം. അമ്മു ചിണങ്ങി. ചെയ്യിക്കാം മോളൂ. ഇതൊക്കെ മാത്രമേ നമുക്ക് ഇനി അച്ഛമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയൂ. മകളെയും കൊണ്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ഉമ്മയോട് ചേർന്ന് നിൽക്കുന്ന അപ്പുവിനെ അയാൾ കണ്ടത്. ഉടൻ ബാലു മകൻ്റെ കൈ പിടിച്ചു. മോന് വരൂ. അച്ഛമ്മയുടെ ഫ്യൂണറലിനാണ് നമ്മൾ പോകുന്നത്. ഇനിയൊരിക്കലും നമുക്ക് അച്ഛമ്മയെ കാണാൻ പറ്റില്ല. ഞാൻ വരില്ല, എനിക്ക് പേടിയാ, അവൻ കരഞ്ഞു. ബാലുവിൻ്റെ മുഖം മങ്ങി. അയാൾ ദയനീയമായി അപ്പുവിനെ നോക്കി. അവൻ മുഖം തിരിച്ചു. ഞാൻ വരില്ല. അതോടെ ബാലുവിൻ്റെ നോട്ടം ഉമയിലായി. 5 വയസ്സുവരെ ഇവനെ എൻ്റെ നെഞ്ചിലിട്ടാണ് ഞാൻ വളർത്തിയത്. ഈ നെഞ്ചിൽ കിടത്തി തന്നെ ഉറക്കി. അമ്മ പിറന്ന ശേഷമാ ഇവനെ ഞാൻ കിടക്കയിൽ കിടത്തിയത്. എന്നും മോനെ അമ്മയേക്കാൾ ഇഷ്ടം അച്ഛനെയായിരുന്നു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ശേഷവും എൻ്റെ കുട്ടിക്ക് എന്നെ ജീവനായിരുന്നു. അമ്മയെ വെറുപ്പായിരുന്നു. എന്നിട്ടിപ്പോൾ എൻ്റെ അപ്പുവിന് എന്നെ വേണ്ടതായി. എൻ്റെ അമ്മ എനിക്കെൻ്റെ എല്ലാമാ. ആ അമ്മയ്ക്ക് എന്നേക്കാൾ വലുത് എൻ്റെ മക്കളെയാ, പ്രത്യേകിച്ചും അപ്പൂട്ടനെ. പെട്ടെന്ന് അയാളുടെ തൊണ്ടയിടറി, കണ്ണുകൾ തുളുമ്പി. എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ എൻ്റെ അപ്പൂനെ കൊണ്ട് ചെയ്യിക്കണേ മോനെന്ന് ഒരാഴ്ച മുമ്പും അമ്മ പറഞ്ഞിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ആ ഭാഗ്യം ഇല്ലാതാക്കി. ഇതുമാത്രം എനിക്ക് ക്ഷമിക്കാനാവില്ല, മറക്കാനുമാവില്ല. അപ്പുവിൻ്റെ കൈ വിട്ടിട്ട് ബാലു നടന്നു. അച്ഛൻ്റെ ചുമലിൽ കിടന്ന് അമ്മു ഏട്ടൻ്റെ നേർക്ക് കൈ നീട്ടി. വാ പേട്ടാ, നമുക്ക് പോവാം. അപ്പു. ബാലുവിൻ്റെ വാക്കുകളിൽ തകർന്നു നിന്നിരുന്ന ഉമ മകനെ നോക്കി. ചെല്ല്, ഇല്ലെങ്കിൽ അമ്മയാവും ശിക്ഷിക്കപ്പെടുക. ശബ്ദം താഴ്ത്തി അവൾ യാചിച്ചു. എനിക്ക് അച്ഛമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അമ്മേ. അമ്മയുടെ സാരിത്തുമ്പ് കൊണ്ട് മുഖം പുത്തി അപ്പു കരഞ്ഞു. എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല. അച്ഛൻ ചീത്തയാ. പെട്ടെന്ന് ഉമ്മ അവനെ തട്ടി നീക്കി. അപ്പോൾ സൈമണിൻ്റെ അരികിൽ നിന്നിരുന്ന റബേക്ക വന്ന് അവളെ ശാസിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെ വേദനിപ്പിക്കരുത്. അവന് നീ മാത്രമേ ഉള്ളൂ ഉമ്മ. കുട്ടികളുടെ മനസ്സ് പളുങ്കുപാത്രമാ, പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഉമ്മ അതോടെ സാരിത്തുമ്പുയർത്തി മുഖം മറച്ചു. ആ സമയത്താണ് ബാലുവിൻ്റെ മൂത്ത ചേച്ചിയായ മായ പാഞ്ഞ് അവളുടെ മുന്നിലെത്തിയത്. കാറിൽ കയറിയതാ ഞാൻ. എന്നിട്ടും തിരിച്ചു വന്നതേ 2 വാക്ക് നിന്നോട് പറയാതെ പോയാൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ടാ.
ആൺമക്കളുടെ ആൺമക്കളാ എവിടെ അച്ഛനമ്മമാർക്ക് കർമ്മം ചെയ്യേണ്ടത്. കുളിക്കാതെ അശുദ്ധിയോടെ ചെയ്താലും അത് ഫലിക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങളുടെ അമ്മയ്ക്ക് നീ ആ ഭാഗ്യം നിഷേധിച്ചല്ലടി ശൂർപ്പണകെ. ഒരു കാലത്ത് നിനക്ക് ഗതി കിട്ടില്ല. നീ മരിക്കുമ്പോൾ നിന്റെ കർമ്മം ചെയ്യാനും ഈ മകന് തോന്നുകയല്ല. പിള്ള മനസ്സിൽ കള്ളമില്ലടി. പക്ഷേ വിഷം കുത്തിവെച്ചാൽ അതുങ്ങൾ നശിച്ചു പോകും. ഞങ്ങളുടെ ബാലുവിൻ്റെ ജന്മം നീയായി നശിപ്പിച്ചല്ലോ. ഇന്ന് വരെ നിന്റെ മുഖത്ത് നോക്കി ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആങ്ങളയ്ക്ക് ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. ഇപ്പം എല്ലാ ബന്ധവും അവസാനിച്ചല്ലോ. ഇനി എന്തിനാ ഞങ്ങൾ ക്ഷമിക്കുന്നത്? ആ പെങ്കൊച്ചിനെങ്കിലും അവന് വിട്ടുകൊടുക്ക്. അതിനെ കൂടി തട്ടിപ്പറിക്കാൻ നോക്കിയാൽ നിന്റെ നെറുകയിൽ വീഴാൻ പോണത് ഇടുത്തിയായിരിക്കുമടി. വെട്ടിത്തിരിഞ്ഞ് നടന്ന് അവൾ ഗേറ്റിനപ്പുറം കിടന്ന കാറിൽ കയറി. ആ സമയം മുഴുവൻ സാരി തലപ്പ് കൊണ്ട് മുഖം പൊത്തി നിൽക്കുകയായിരുന്നു ഉമ. അമ്മേ, അപ്പു ആ കയ്യിൽ പിടിച്ചു കുടഞ്ഞു. അതോടെ അവൾ മുഖം തുറച്ച് നിവർന്നു. നമുക്ക് പോവാം, അവൻ പറഞ്ഞു. പോയിക്കോളൂ ഉമ, റബേക്ക അറിയിച്ചു. മായയുടെ ജൽപ്പനങ്ങൾ കേട്ട് അമ്പരന്ന് നിന്നിരുന്ന സ്ത്രീ പുരുഷന്മാർക്കിടയിലൂടെ മകൻ്റെ കൈ പിടിച്ച് ഉമ്മ പുറത്തേക്ക് നടന്നു. ഞാൻ കാരണമല്ലേ അമ്മയോട് അച്ഛനും അമ്മായിയും വഴക്കിട്ടത്? കാറിൽ വെച്ച് അപ്പു സങ്കടത്തിൽ അമ്മയെ നോക്കി. അല്ല അപ്പു. ഡ്രൈവിങ്ങിനിടയിൽ അവൾ മകനെ തഴുകി. ഒക്കെ അമ്മയുടെ കുറ്റമാ. ഇനി അമ്മ വിചാരിച്ചാലും അതൊന്നും തിരുത്താനാവില്ല. ഫ്യൂണറൽ കഴിയും വരെ നിൽക്കേണ്ടതായിരുന്നു നമ്മൾ. പക്ഷേ അവിടെ നിന്നാൽ അമ്മ കരഞ്ഞു പോകും. ഫ്യൂണറൽ കഴിഞ്ഞപ്പോൾ മായ ബാലുവിനോട് പറഞ്ഞു. ഏതായാലും നിൻ്റെ അവൾക്ക് കണക്കിന് കൊടുത്തു ഞാൻ. അവൾ ആ ചെക്കനെ തടഞ്ഞു വെച്ചത്. കല്യാണമോ രജിസ്ട്രേഷനോ കൂടെ പാർക്കാൻ തൻ്റെ ഇടം കാട്ടിയവളല്ലേ. ആ മൂത്തവൻ നിൻ്റേത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ക്ഷോഭ മുടക്കാൻ ബാലു പാടുപെട്ടു. ചടങ്ങുകൾ കഴിഞ്ഞതും ചേച്ചിമാർ രണ്ടും സ്ഥലം വിട്ടു. അവസാനം പിരിഞ്ഞത് സിഡർലയായിരുന്നു. ഞാനും കൂടെ വരണോ ഡോക്ടർ? അമ്മു തനിച്ചല്ലേ? ആഹാരമുണ്ടാക്കാനും അവിടെ ആരുമില്ലല്ലോ. വേണ്ട സിൻഡ്രല്ല, പുഞ്ചിരിയോടെയാണ് ബാലു പറഞ്ഞത്. അത്യാവശ്യം വീട്ടുജോലികളൊക്കെ എനിക്കറിയാം. മകളുമായി കാറിൽ വാടക വീടിൻ്റെ മുറ്റത്ത് എത്തിയപ്പോഴാണ് അമ്മയുടെ വേർപാടിൻ്റെ വ്യസനം അയാളെ മതിച്ചത്. അകത്ത് കടന്നപ്പോൾ അമ്മ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും തനിച്ചായി ഇല്ലേ അച്ഛാ? നമ്മൾ വിളിച്ചിട്ട് അപ്പേട്ടൻ പോലും വന്നില്ലല്ലോ. മെല്ലെ തലയാട്ടിയതേയുള്ളൂ ബാലു. അമ്മ മരിച്ചു കിടന്ന അടുക്കളയിൽ എത്തിയപ്പോൾ അയാളുടെ നെഞ്ചു പൊടിഞ്ഞു. ചോറും കറികളും ഒരുക്കി അടച്ചു വച്ചിരിക്കുന്നു പാവം. പാത്രങ്ങൾ ഒന്നൊന്നായി തുറന്നു നോക്കി ബാലു. കാന്താരിയിട്ട് പുഴുങ്ങി വെളിച്ചെണ്ണയൊഴിച്ച് ഉടച്ച കാച്ചിൽ, മാങ്ങ ചമ്മന്തി, അമ്മുവിനായി ഒരു നെയ് പായസം. അമ്മേ, ബാലു വിങ്ങിക്കരഞ്ഞു. അച്ഛാ, അമ്മു അയാളെ വട്ടം കെട്ടിപ്പിടിച്ചു. കരയല്ലേ അച്ഛൻ്റെ പൊന്നും കുടമേ. ബാലു മകളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അച്ഛൻ കരയുവല്ല, മോളുടെ അച്ഛമ്മയോർത്ത് അഭിമാനിക്കുക. അച്ഛമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരമ്മയുടെ വയറ്റിൽ അച്ഛന് പിറക്കാൻ പറ്റിയല്ലോ. ആ സ്നേഹത്തിൻ്റെ തണലിൽ എൻ്റെ പൊന്നുകുടത്തിനും കുറച്ചുനാൾ കഴിയാൻ പറ്റിയല്ലോ. ഒരു പാവപ്പെട്ടവളായിരുന്നു അച്ഛൻ്റെ അമ്മ. ഒരു സ്വകാര്യ ആശുപത്രിയിലെ തൂപ്പുകാരിയായിരുന്നു. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അച്ഛമ്മ സമ്പന്നയായിരുന്നു. സ്നേഹത്തിൻ്റെ ലോകത്തെ രാജ്ഞിയായിരുന്നു. നെയ്പായസം വച്ചിരുന്ന ബൗളിൻ്റെ അടപ്പ് തുറന്ന് അയാൾ അമ്മുവിന് കാട്ടി. കണ്ടോ മോളൂ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്പായസം ഉണ്ടാക്കി അച്ഛമ്മ വെച്ചിരിക്കുന്നത്. മോൾക്ക് കഴിക്കേണ്ടത്? എനിക്ക് വേണ്ട അച്ഛാ, അമ്മു ശബ്ദത്തിൽ കരഞ്ഞു. അച്ഛമ്മയെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുക. അച്ഛമ്മയെ പെട്ടിയിലാക്കി കത്തിച്ചപ്പം അച്ഛമ്മയ്ക്ക് നൊന്ത് കാണില്ലേ അച്ഛാ? അച്ഛമ്മയെ എന്തിനാച്ചാ അച്ഛൻ കത്തിച്ചത്? ആ ചോദ്യമേറ്റ് ശരിക്കും പൊള്ളിപ്പോയി ബാലു. പെട്ടിയിലാക്കി കത്തിക്കപ്പെട്ടത് താനാണെന്ന് തോന്നി അയാൾക്ക്. അതോ ബാലു വിക്കി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എല്ലാ ശരീരം അഴുകാൻ തുടങ്ങുമോളൂ. വീടിനുള്ളിൽ ആർക്കും അത് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ പെട്ടിക്കുള്ളിലാക്കി കത്തിക്കുന്നതും പെട്ടിക്കുള്ളിലാക്കി മണ്ണിൽ നിക്ഷേപിക്കുന്നതും. സംസ്കരിക്കുക, അല്ലെങ്കിൽ ബെറി ചെയ്യുക എന്നൊക്കെയാ അതിന് പറയുക. എങ്കിൽ അച്ഛമ്മേനെ കത്തിക്കണ്ടായിരുന്നല്ലോ അച്ഛാ. നമുക്ക് മണ്ണിൽ വച്ചാൽ മതിയായിരുന്നല്ലോ. അച്ഛമ്മയ്ക്ക് നോവില്ലായിരുന്നല്ലോ. അയാളുടെ നെഞ്ച് പിടഞ്ഞു, തൊണ്ട അടഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നൊമ്പരം അറിയില്ല മോളൂ. ഓരോ മതക്കാർക്കും ശവസംസ്കാരത്തിന് ഓരോ രീതിയുണ്ട്. അത് തെറ്റിക്കാൻ പാടില്ല. വലുതാകുമ്പോൾ അമ്മുവിന് അതൊക്കെ മനസ്സിലാവും. ഇപ്പോൾ അമ്മു ഒന്നും ഓർക്കണ്ട. അച്ഛമ്മയുണ്ടാക്കിയ പായസം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പാലും അല്പം ഓട്സും കലക്കി അച്ഛൻ തരാം. വേണ്ടച്ചാ, എനിക്കൊന്നും വേണ്ട. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. വേണ്ടെങ്കിൽ വേണ്ട അമ്മു. അച്ഛൻ കിടക്ക വിരിക്കാം. എന്നിട്ട് അച്ഛനും വന്ന് അരികിൽ കിടക്കാം. അമ്മു മൂളി. എടുത്തുകൊണ്ട് പോയാണ് ബാലു മകളെ കിടക്കയിൽ കിടത്തിയത്. അയാളും ഒപ്പം കിടന്നു. അച്ഛമ്മയെ നമുക്കിനി ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലേ അച്ഛാ? അതെ, ബാലു നിശ്വസിച്ചു. അമ്മു മെല്ലെ ചെരിഞ്ഞ് അച്ഛനോട് പറ്റി ചേർന്ന് കിടന്നു. അച്ഛമ്മ പ്രേതമാവുമോ അച്ഛാ? ആരാ മോളോട് ഇത് പറഞ്ഞത്? എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി. മരിച്ചാൽ ആളുകൾ പ്രേതമാവുമെന്ന്. ഇല്ല അമ്മു, മരിച്ചാൽ പിന്നെ ആൾ ഭൂമിയിലില്ല. മരിച്ച ശരീരത്തിന് വേദന അനുഭവപ്പെടില്ല. മരിച്ച ശേഷമുള്ള അനുഭവങ്ങൾ ഊഹിക്കാനേ ആളുകൾക്ക് കഴിയൂ. പ്രേതമാവുമെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഊഹമാ. അതൊന്നും മോൾ വിശ്വസിക്കേണ്ട.
അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ആലസ്യം കണ്ടു തുടങ്ങി. മകളുടെ ചുമലിൽ അയാൾ മെല്ലെ തട്ടിക്കൊടുത്തു. അമ്മു ഉറങ്ങി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും ബാലുവിൻ്റെ മൊബൈൽ ശബ്ദിക്കാൻ തുടങ്ങി. സിൻഡ്രല്ലയായിരുന്നു. മോൾ ഉറങ്ങിയോ ഡോക്ടർ? ഉറങ്ങി. ആഹാരം കഴിച്ചുവോ അവൾ? ഇല്ല, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അച്ചമ്മ പോയതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ടാവും. ഉണ്ട്. അച്ചമ്മയെ എന്തിനാണ് കത്തിച്ചതെന്നൊക്കെ അവൾ ചോദിച്ചു. കത്തിക്കുമ്പോൾ മൃതദേഹത്തിന് വേദനയുണ്ടാകുമെന്നാണ് അവളുടെ പേടി. കുട്ടിയല്ലേ, ജീവിതത്തിൽ ആദ്യമായല്ല അവൾ ഒരു മരണം കാണുന്നത്. ഇനി എൻ്റെ ജോലി സമയം അവളുടെ ക്ലാസ് സമയമായി ബന്ധിപ്പിക്കേണ്ടി വരും. നൈറ്റ് ഡ്യൂട്ടികൾ എങ്ങനെ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു ലേഡി സെർവൻറ്റിനെ വെച്ചാലും മതി. എനിക്ക് വിശ്വാസമില്ല സിൻഡ്രല്ല. അമ്മുവിനെ ഉമ്മയെ ഏൽപ്പിക്കാലോ? അപ്പുവിനെ എനിക്ക് നഷ്ടമായി. എന്നെ എത്രമേൽ സ്നേഹിച്ചിരുന്ന അവൻ ഇപ്പോൾ എന്നെ അവൻ നോക്കുന്നത് വെറുപ്പോടെയാ. അതുകൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെന്തിനാ ജീവിക്കുന്നത്? ഉമ്മയാണോ അപ്പുവിൻ്റെ മനസ്സ് മാറ്റിയത്? എനിക്കറിയില്ല. എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കുറ്റവും ഞാൻ ആരിലും ആരോപിക്കില്ല. ഉമ്മ ഒരിക്കലും ഡോക്ടറിൽ നിന്ന് മക്കളുടെ മനസ്സ് തിരിക്കില്ലെന്ന് എനിക്കറിയാം. ഒരാളെ പഠിക്കാൻ ഒരു ജന്മം പോരെന്ന് പറയുന്നവരുണ്ട്. ഒരാളെ പഠിക്കാൻ ഒരിത്തിരി സമയം അവരോട് സംസാരിച്ചാൽ മതിയെന്ന എൻ്റെ അനുഭവം. നല്ല ഈഗോയുള്ള കക്ഷിയാ ഉമ്മ. അല്പം ചുണ്ടിക്കാരിയും. സെൻറ്റിമെൻറ്റ്സും വേണ്ടത് അത്രയുണ്ട്. അതുകൊണ്ട് ഹൃദയം നിറയെ സ്നേഹമുണ്ടായിട്ടും ഡോക്ടറെ അടുത്ത് ഉമ്മ അത് പ്രകടിപ്പിക്കാത്തത്. പക്ഷേ ആദർശം പ്രസംഗിക്കുന്ന മഹാന്മാരോ മഹതികളെക്കാൾ ആദർശ ശുദ്ധിയുള്ളവളാണ് ഡോക്ടറുടെ ഭാര്യ. ഭാര്യ എന്നല്ല, മുൻ ഭാര്യ എന്നാണ് പറയേണ്ടത്. അത് ഡോക്ടറുടെ ഇഷ്ടം. എനിവേ, എൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ അവതരിപ്പിച്ചത്. തീർത്തും ഫൂളിഷായൊരു എസ്റ്റിമേറ്റാണ് ഡോക്ടർ സിൻഡ്രല്ലയുടേതെന്ന് ഞാൻ പറയും. മനസ്സ് പഠിക്കാൻ മനഃശാസ്ത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ. മനസ്സ് പഠിക്കാൻ മനുഷ്യനോട് അടുക്കണം. ഡോക്ടർ സിൻഡ്രല്ലയ്ക്ക് അറിയുമോ, ഉമ്മ ആ താരനാഥന് വേണ്ടിയാ ഇപ്പോഴും കാത്തിരിക്കുന്നത്. അപ്പുവിനെ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് മാത്രമാണ് അവൾ അയാളെ അകറ്റി നിർത്തുന്നത്. താരനാഥൻ വിവാഹിതനായി ഡോക്ടർ. ഞാൻ അതിൻ്റെ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. ഇല്ല സിൻഡ്രല്ല, ഉമ്മയെ പരിശുദ്ധയാക്കാൻ വേണ്ടി അയാൾ ഏതോ സഹനടിയുടെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ പ്രചാരണം മാത്രമാണത്. ഞാൻ തർക്കിക്കുന്നില്ല. ഡോക്ടർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിശ്വസിക്കാം. പക്ഷേ സത്യം എനിക്കറിയാം. അങ്ങനെ ആയിരിക്കട്ടെ. മനസ്സ് പഠിക്കാൻ മനുഷ്യനോട് അടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഡോക്ടർ അടുത്തിടത്തോളം ഉമ്മയോട് ഞാൻ അടുത്തിട്ടില്ലല്ലോ. നമ്മൾ അമ്മുവിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അമ്മുവിനെ വളർത്തിക്കോട്ടെ. അതിനായി ഈ ജോലി കളയാൻ പോലും ഞാൻ തയ്യാറാണ്. അവളെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അവൾക്ക് എന്നെയും ഇഷ്ടമാണ്. അതെനിക്കറിയാം. അമ്മുവിനെ ഇഷ്ടപ്പെടുന്നത് അവളെൻ്റെ മകളാണെന്നത് കൊണ്ടാണോ? മറുപടി വരാൻ വൈകിയപ്പോൾ ബാലു തുടർന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സത്യം കൂടി ഞാൻ പറയാം. ഉമ്മ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നവളായാലും എൻ്റെ മനസ്സിലിപ്പോഴും അവൾ മാത്രമാണ്. എൻ്റെ ജീവിതത്തിലും ഇനി മറ്റൊരു പെണ്ണുണ്ടാവില്ല. ആ ഒരു നിബന്ധനയിൽ ഡോക്ടർ സിൻഡ്രല്ലയ്ക്ക് എൻ്റെ മകളുടെ അമ്മയാവാൻ മനസ്സാണെങ്കിൽ എനിക്ക് സമ്മതം. ലോകത്തിൽ ഒരു സ്ത്രീയും ഇങ്ങനെയൊരു നിബന്ധനയ്ക്ക് വഴങ്ങാൻ സാധ്യതയില്ല. സിൻഡ്രല്ലയിൽ നിന്ന് അപ്പോഴും ഉത്തരമെത്തിയില്ല. മറ്റൊരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിൻ്റെ അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ഏതു സ്ത്രീയും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഇടം തേടുന്നവരാണ്. സിൻഡ്രല്ല പ്രസവിക്കാൻ കഴിയില്ലാത്തവളായതുകൊണ്ടാണോ ഞാനൊരു എക്സംഷൻ സങ്കല്പിച്ചത്? ഞാൻ നേരിൽ വന്ന് ഡോക്ടർക്ക് മറുപടി തരാം, ഒടുവിൽ സിൻഡ്രല്ല പറഞ്ഞു. ഫോണിലാവുമ്പോൾ മുഖം കാണാത്തതുകൊണ്ട് നമുക്ക് കളവ് പറയാൻ പറ്റുമല്ലോ. പറയാനുള്ളത് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ളൊരു ദൈവാനുഗ്രഹമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞിട്ട് അവൾ ലൈൻ മുറിച്ചു. ബാലുവിന് ആ മറുപടിയെക്കുറിച്ച് ജിജ്ഞാസയൊന്നും തോന്നിയില്ല. സിൻഡ്രല്ല എന്ത് പറഞ്ഞാലും അമ്മുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെയും പ്രൊഫഷനെയും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ അയാൾ സന്നദ്ധനായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ഞായറാഴ്ചയാണ് സിൻഡ്രല്ല ബാലുവിൻ്റെ വാടക വീട്ടിലെത്തിയത്. കോൺക്രീറ്റ് മുറ്റത്ത് കാർ വന്നു നിന്ന ശബ്ദം കേട്ട് ആരെന്നറിയാൻ അമ്മുവാണ് വാതിൽ തുറന്നത്. സിൻഡർലാൻഡിയെ കണ്ട് അവൾക്ക് സന്തോഷമായി. കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്തെത്തിയ സിൻഡർല ഓടി പടികൾ കയറി വന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. ആ മുഖത്തും മുടിയിലുമെല്ലാം തുരുത്തുരെ ഉമ്മ വെച്ചു. ഇന്നു മുതൽ ആൻറ്റി അമ്മുവിൻ്റെ ഒപ്പം താമസിക്കാൻ പോകുക. ഇഷ്ടമാണോ? പൂപ്പുഞ്ചിരിയോടെ അമ്മു തലകുലുക്കി. അപ്പോൾ ബാലുവും വാതിൽക്കലെത്തി. ലിവിങ് ടുഗദർ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. സിൻഡർല അയാളെ നോക്കി പുഞ്ചിരിച്ചു. നിബന്ധനകളോ ഉടമ്പടികളോ ഇല്ലാതെ. പക്ഷേ താമസിക്കുന്നത് ഞങ്ങൾ അമ്മയും മകളുമാണെന്ന് മാത്രം. ബാലു മറുപടി ഒന്നും പറഞ്ഞില്ല. അതോടെ സിൻഡർല അമ്മുവിനോട് പറഞ്ഞു, ആൻറ്റിയുടെ ബാഗുകളും പെട്ടിയും എടുത്തുകൊണ്ട് വരാം. താമസിക്കാൻ സ്വന്തം വീടില്ലാത്ത സ്ഥിതിക്ക് കിട്ടുന്നിടത്ത് അഭിമാനം നോക്കാതെ നുഴഞ്ഞു കയറുകയാണ്. ഡിക്കി തുറന്ന് അവൾ 2 ബാഗുകളെടുത്ത് ചുമലിൽ തൂക്കി. മറുകൈയാൽ ഒരു ട്രോളി ബോക്സ് എടുത്ത് ഹാൻഡിലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, ബാലു അറിയിച്ചു. വേണ്ട, സിൻഡർല പറഞ്ഞു. ഹോസ്റ്റലുകൾ മാറുമ്പോൾ ഞാൻ തനിച്ച ഇതൊക്കെ ചുമന്നു മാറ്റുക. സാരമില്ല, അധികം സാധനങ്ങളൊന്നുമില്ല. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന കുട്ടിക്കാലത്ത് റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളിൽ കണ്ടിട്ടുണ്ട്. ഞാനത് അന്നേ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുക. തെണ്ടി നടക്കുന്നവർക്ക് ഇത്തിരി ചുമട സൗകര്യം. ഡോക്ടറുടെ വാക്കുകളിൽ മുനയുണ്ടോ? ബാലു അവളെ സൂക്ഷിച്ചു നോക്കി. ഇല്ല ഡോക്ടർ, ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞേ ഉള്ളൂ. ഒന്നുകൂടി, ഞാൻ കരുണയിൽ നിന്ന് റിസൈൻ ചെയ്തു. എനിക്ക്
ഒരു മുറി തന്നാൽ അമ്മമ്മോൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് എൻ്റെ പേഷ്യൻസ് ഇവിടെ വന്നോളും. ഗേറ്റിൽ ഒരു നെയിം പ്ലേറ്റ് കൂടി വയ്ക്കുന്നതിൽ ഡോക്ടർക്ക് വിരോധമില്ലല്ലോ? ഒരു വിരോധവുമില്ല, അയാൾ തലയാട്ടി. മാത്രമല്ല, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഡോക്ടർ ഇവിടേക്ക് താമസം മാറ്റിയത്. അതിനുവേണ്ടി പക്ഷേ കരുണ വിടേണ്ട കാര്യമില്ലായിരുന്നു. കരുണ വിട്ടതിൽ എനിക്കൊട്ടും വിഷമമില്ല ഡോക്ടർ. ഈ വീട്ടിലുള്ള സമയത്ത് അമ്മു തനിച്ചാവരുതെന്ന നിർബന്ധം എനിക്ക് തന്നെയാണ്. ട്രോളി ബോക്സും വലിച്ച് സിൻഡ്രല്ല അകത്തേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോൾ തിരിഞ്ഞ് അമ്മുവിനെ നോക്കി അവൾ തിരക്കി. ആൻറ്റിക്ക് ഏത് റൂമാണ് തരാൻ പോകുന്നതെന്ന് അച്ഛനോട് ചോദിക്കൂ. മോളുടെ അച്ഛമ്മ കിടന്നിരുന്ന മുറിയായാലും മതി ആൻറ്റിക്ക്. അതിനോട് ചേർന്നുള്ള കൊച്ചുമുറി എനിക്ക് ഹോം കൺസൾട്ടേഷനും ഉപയോഗിക്കാമല്ലോ. അത് തന്നെ എടുത്തോളൂ, പിന്നാലെ എത്തിയ ബാലു അറിയിച്ചു. എനിക്കും അമ്മുവിനും ഉറങ്ങാൻ ഒരേയൊരു മുറി മതി. മറ്റെന്തൊക്കെ വേണമെന്ന് പറഞ്ഞാലും റെഡിയാണിവിടെ. താങ്ക് യു ഡോക്ടർ. സിൻഡ്രല്ല കൈകൂപ്പി. ഭാര്യ മറ്റൊരാളെ കാത്തിരിക്കുകയാണെന്ന് വിശ്വസിക്കുമ്പോഴും ആ സ്ത്രീയോട് സ്നേഹവും വിശ്വസ്തതയും പുലർത്തുന്ന ഭർത്താവില്ലേ താങ്കൾ. അങ്ങനെയൊരാളുടെ സഹോദര നിർവിശേഷമായ സംരക്ഷണം മാത്രം മതി എനിക്ക്. സാധനങ്ങളെല്ലാം മുറിയിൽ അടുക്കി വെച്ച ശേഷം അവൾ അമ്മുവിനെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. സിൻഡ്രല്ല 3 കപ്പ് ചായ ഉണ്ടാക്കിയപ്പോഴേക്കും ഗേറ്റിൽ അവളുടെ പേര് വെച്ച് ബാലു ഒരു നെയിം പ്ലേറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. അന്ന് രാത്രി തന്നെ ഡോക്ടർ റബേക്ക ഡോക്ടർ ഉമാ മഹേശ്വരിയെ വിളിച്ചറിയിച്ചു. ഉമ, ആ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബാലുവിൻ്റെ വാടക വീട്ടിൽ താമസം ആരംഭിച്ചു കേട്ടോ. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്. ഇതും ലിവിങ് ടുഗദർ തന്നെയാണ്, പക്ഷേ ഒളിച്ചൊന്നുമല്ല. അവളുടെ നെയിം പ്ലേറ്റ് ഗേറ്റിൽ തൂങ്ങിക്കഴിഞ്ഞു. സാരമില്ല റബേക്ക, സിൻഡ്രല്ല അവിടെയുള്ളത് കൊണ്ട് എൻ്റെ അമ്മ സേഫായിരിക്കുമല്ലോ. ആ അമിത വിശ്വാസം വേണ്ട ഉമ. രണ്ടാനമ്മമാരുടെ ക്രൂരതകളാണ് പത്രങ്ങളിലിപ്പോൾ മെയിൻ ഇഷ്യൂ. താരനാഥിനെ താൻ വേണ്ടെന്ന് വെച്ചത് മടയത്തരമായി. നോ റബേക്ക, താരട്ടൻ എനിക്കെന്നും ഒരു ബ്രദർ മാത്രമാണ്. എനിക്ക് കൂട്ടിന് എൻ്റെ അപ്പു ഉണ്ടല്ലോ. എനിക്ക് അവൻ മാത്രം മതി. അവൻ വലുതായി തുടങ്ങി റബേക്ക. ഇനി എൻ്റെ അടുത്ത് മറ്റു പേരുകളൊന്നും പറയരുതേ പ്ലീസ്. അധികം വൈകാതെ ഉമ്മയ്ക്ക് അച്ഛൻ്റെ വിളിയും വന്നു. മോളു, നിനക്ക് സുഖമാണോ കുട്ടി? അതെ. അച്ഛനോ? പ്രായത്തിൻ്റെ അസുഖങ്ങളുള്ള കാര്യം ഒളിക്കണില്ല. എന്നാലും ഇക്കുറി സുഖചികിത്സ കഴിഞ്ഞ് വന്ന ശേഷം പുതിയൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. നിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഒപ്പം. മഹേശ്വരി പിന്നെയും സ്വന്തം ശരീരം സൂക്ഷിക്കുന്ന കാര്യത്തിൽ മിടുക്കിയാണ്. സ്വന്തം സുഖങ്ങളും ഭാവിയുമെല്ലാം മറക്കണത് നീയാണല്ലോ. അസുഖങ്ങളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ചികിത്സയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അച്ഛാ. എനിക്ക് അപ്പു ഒപ്പമുള്ളത് കൊണ്ടും അവൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ടും ഭാവിയെക്കുറിച്ചും എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല. അമ്മുവിൻ്റെ വിവരങ്ങൾ അറിയാറില്ലേ നീ? ഒരേ ടൗണിലല്ല അച്ഛാ ഞങ്ങൾ താമസിക്കുന്നത്. അവളൊന്ന് തുമ്മിയാലോ അവളുടെ മുഖമൊന്ന് വാടിയാലോ അവളുടെ ടീച്ചേഴ്സ് തന്നെ വിളിച്ചറിയിക്കും. അവളുടെ പ്രധാന അധ്യാപിക എൻ്റെ പേഷ്യൻ്റാണ്. അവരുടെ 2 ഡെലിവറിയും ഞാനാണ് അറ്റൻഡ് ചെയ്തത്. ഭാഗ്യത്തിന് അമ്മുവിൻ്റെ അച്ഛൻ അവളെ പൊന്നു പോലെയാണ് അച്ഛൻ നോക്കുന്നത്. എന്നെ മറന്ന് അവൾ ജീവിക്കുന്നതിൽ എനിക്ക് ഒരു അത്ഭുതവും തോന്നണില്ല. പക്ഷേ ആ കരുതൽ ഇനി വേണമെന്നില്ല മോളെ. 2 മാസം മുമ്പ് ഡോക്ടർ ബാലഗോപാൽ പുനർവിവാഹം ചെയ്തതായി ഞങ്ങൾ അറിഞ്ഞു. ഞാനും നിൻ്റെ അമ്മയും ആ രാത്രി ഉറങ്ങിയില്ല. പിറ്റേന്ന് വിളിച്ചപ്പോൾ അത് പറയാനുള്ള ധൈര്യവും എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത്. നീ ആ സമയത്തൊക്കെ ഹാപ്പി ആയിരുന്നുകൊണ്ട് ഒന്നും പറയാതെ തിരികെയും പോന്നു. എന്നാലും അമ്മുവിനെ ഓർത്ത് ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട് കുട്ടി. അങ്ങനെയൊരു ഭയം അല്പം പോലും വേണ്ടച്ചാ. എന്നേക്കാൾ അമ്മുവിനെ നോക്കുന്നവളാ സിൻഡ്രല്ല. സിൻഡ്രല്ലയെ എനിക്ക് നന്നായി അറിയാം. അച്ഛൻ പറഞ്ഞതുപോലെ 2 മാസമല്ല, 3 മാസം മുമ്പാണ് സിൻഡ്രല്ല ബാലുവിൻ്റെ വീട്ടിൽ താമസമായത്. എന്നുവെച്ച് അമ്മുവിനെ കാണാത്തതിലും അവളുടെ സാമീപ്യം നഷ്ടമായതിലുമുള്ള സങ്കടം ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. എങ്കിലും അമ്മുവിൻ്റെ സ്നേഹവും സാമീപ്യവും അവളുടെ അച്ഛനും കൂടി അവകാശപ്പെട്ടതല്ലേ അച്ഛാ. ചില സമയത്ത് നിന്നോട് സംസാരിക്കുമ്പോൾ നീ ഒരു മനുഷ്യസ്ത്രീ അല്ലെന്ന് എനിക്ക് തോന്നുന്നു മോളെ. അല്ലച്ചാ, ഉമ്മ പെട്ടെന്ന് ആങ്ങലടിച്ച് കരഞ്ഞു. ഞാനൊരു സാധാരണ മനുഷ്യപ്പെണ്ണ് തന്നെയാണ്. എൻ്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ ശ്രമിച്ച എൻ്റെ അമ്മയും അച്ഛനും നിങ്ങളുടെ വളർത്തുമകനും ചേർന്ന എന്നെ ഈ അവസ്ഥയിലാക്കിയത്. കഞ്ഞിയും ചമ്മന്തിയും ഇഷ്ടപ്പെടുന്നവനെ സ്നേഹത്തിൻ്റെ പേരിലായാലും ഫ്രൈഡ് റൈസും ചിക്കനും വിളമ്പിയിട്ട് കാര്യമുണ്ടോ അച്ഛാ? കഴിഞ്ഞതൊക്കെ പോട്ടെ മോളെ, ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. അച്ഛൻ പറയൂ. എൻ്റെ സ്നേഹിതൻ എനിക്ക് നമ്പീശൻ്റെ മകനാണ്. മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗം തലവനായ ശരത് നമ്പീശൻ. 46 വയസ്സിൽ അധികമില്ല. ശരിക്കും ടീറ്റോ ടാലർ. വൈഫും ഡോക്ടറായിരുന്നു. പക്ഷേ ദൗർഭാഗ്യത്തിന് ആ കുട്ടി 2 വർഷം മുമ്പ് മരിച്ചു. ഏക മകളും ഡോക്ടറാണ്. മാരീഡായി ഇപ്പോൾ സ്റ്റേറ്റ്സിലാണ്. ഇയാളിപ്പോൾ സിംഗിളായി. നാളെ വെളുപ്പിന് പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും വഴി ശരത് നിന്നെ കാണാനായി അവിടെ വരൂട്ടോ. എന്തിന്? എടുത്ത വായിക്കായിരുന്നു ചോദ്യം. അതിനു മുമ്പ് തന്നെ അച്ഛൻ്റെ സ്നേഹിതൻ്റെ മകൻ്റെ ബയോഗ്രഫി എന്തിന് എൻ്റെ അടുത്ത് പറയുന്നു എന്ന് ചോദിക്കാനുള്ള വെമ്പലിലായിരുന്നു അവൾ. ശബ്ദം താഴ്ത്തി ദേവനാരായണ തിരുമുൽപ്പാട് ചിരിച്ചു. ഇതെന്ത് ചോദ്യമോ കുട്ടി? നിങ്ങൾ 2 പേരും മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകളല്ലേ. പരിചയപ്പെടുന്നതിൽ എന്താ കുഴപ്പം? മാത്രമല്ല നിന്റെ അമ്മയുടെ ഒരു ആരാധകൻ കൂടിയാണ് ഈ ശരത്ത്. സോ ഗുഡ് നൈറ്റ്. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇടം നൽകാതെ കോൾ അവസാനിച്ചു. അമ്മയുടെ ദൂതാണ് അച്ഛൻ നിർവഹിച്ചതെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. തിരിച്ചു വിളിക്കാനോ വഴക്കിടാനോ അവളും മുതിർന്നില്ല.
പിറ്റേന്ന് ഉമ്മയ്ക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു. വൈകിയാണ് അവൾ അന്നുറങ്ങിയത്. ഹോസ്പിറ്റലിലേക്ക് പോകും വഴി അപ്പുവിനെയും കൂടെ കൂട്ടി. അവനെ അവൻ്റെ സ്കൂൾ ഗേറ്റിൽ ഡ്രോപ്പ് ചെയ്തു. ആശുപത്രിയിലെത്തിയതും ഉമ്മ വരാൻ പോകുന്ന സന്ദർശകനെക്കുറിച്ച് മറന്നു. എങ്കിലും ഉച്ചതിരിഞ്ഞ് 3 മണിയായപ്പോൾ അവളുടെ ഫോണിൽ ഒരു അപരിചിത നമ്പർ പ്രത്യക്ഷമായി. കഥ തുടരും.